ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് ആണ്. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുന്നതിന് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക. ഓക്കെ, സോളിറ്റ്യൂഡാണ് ഫസ്റ്റ് കാർഡ്. Simplicity, and last one, diligence. അപ്പോൾ ഷഫ്ലിംഗ് പാർട്ട് കാണാനായിട്ട് അത്രയും ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് കാണാവുന്നതാണ്. ഓക്കെ, 8 ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. 7 ഓഫ് വാൻഡ്സ്, ഹെർമിറ്റ്, ദി എംപറർ, 8 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ദി ചാരിയറ്റ്, temperance, strength, and the last one, okay, 2 of cups. The bottom വന്നിരിക്കുന്ന ഹെറോഫണ്ട് ആണ്, Ace of Swords. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ നല്ല അന്തരമുണ്ട്. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഏജ് വൈസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിലീജിയൻ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നിലയിലായിരിക്കാം, സൗന്ദര്യത്തിലായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ നല്ല അന്തരം, ഒരാൾ ഉയർന്നു നിൽക്കുന്നു, ഒരാൾ കുറച്ച് താഴ്ന്നു നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റേതോ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രമം ഉണ്ടാവുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കരുത്, നിങ്ങൾ ഒരുമിച്ച് പോകരുത് എന്ന് വിചാരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് കാർഡാണ്. അപ്പോൾ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഏകാന്തത, ഒറ്റപ്പെടലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആരുടെ കൂടെയാണുള്ളതെങ്കിലും ഏത് സാഹചര്യത്തിലാണുള്ളതെങ്കിലും എല്ലാത്തിൽ നിന്നും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ അവരുള്ള വേറെ വ്യക്തികളുടെ കൂടെയാണ് അവരുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തികളുടെ അടുത്ത് അവർ ഒരുപാട് അടുപ്പം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ അവരുമായിട്ട് ഇടപഴകുന്നില്ല. ആ ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത്. കുറച്ചവർ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ അവിടെ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്
അവരുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റി ആണ്. അപ്പോൾ ഈ സിംപ്ലിസിറ്റി കാർഡിലും ഇതേപോലെ തന്നെ നമുക്കറിയാം, കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ബ്ലൂ സ്കൈയിൽ ഒരു ഫെദർ മാത്രമായിട്ട് നിൽക്കുകയാണ് ആ ഒരു ആകാശത്ത്. അതാണ് അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ മനസ്സിൽ ഉള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തെളിഞ്ഞ ആകാശത്ത് ഈ ഒരു ഫെദർ കാണുന്ന പോലെ നമ്മൾ തന്നെ പറയാറുണ്ട്, ഫെദർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവായിട്ടുള്ള സൈൻ തരുന്നൊരു കാര്യമാണ്. ഫെദേഴ്സ് കാണുന്നത് നല്ലതാണ്, വൈറ്റ് ഫെദേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഫുൾ ഫോക്കസ് നിങ്ങളിലാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിരിക്കുകയാണ്. അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളുണ്ട്, പല വ്യക്തികൾ ചുറ്റിനുമുണ്ട്, ചിലപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും കാണാം. പക്ഷേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. ബാക്കിയെല്ലാം റിലീസ് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഡിലിജൻസ് എന്നുള്ള കാർഡാണ്. അതും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്കിവിടെ കാണാം. ഈ ഒരു പക്ഷി ഉയരത്തിൽ പറക്കുകയാണ്, പക്ഷെ നമുക്കറിയാം അതെപ്പോഴും ആ ഒരു ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഡിലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ചുറുചുറുക്ക് ഉത്സാഹമൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പേഴ്സൺ നല്ല ക്ഷമയോടുകൂടി അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടു കൂടി കാത്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പാത്ത് ക്ലിയർ ആക്കാനായിട്ട് ഇവർ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു 3 കാർഡ്സ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അവരിപ്പോൾ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവിടെ അവർക്ക് സന്തോഷമില്ല. അവരുടെ ഫുൾ ഫോക്കസ് നിങ്ങളിലാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് തിരികെ വരാനായിട്ട് അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് മറ്റുള്ള സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആരൊക്കെയോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരുടെയൊക്കെ ഒരു എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ യോജിച്ച് പോവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പുറത്തുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ അവർക്ക് ഒരു ഭയമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതാണ് നിങ്ങളെയും അവരെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് 2 പ്ലേറ്റിലാക്കി നിർത്താനുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു 7 ഓഫ് വാൻഡ്സിന്റെ എനർജി പോലെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. എങ്ങനെ വേണമെന്നെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു നിങ്ങളെ തമ്മിൽ യോജിക്കാൻ എതിർക്കുന്നവര്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത വ്യക്തികൾ, അപ്പൊ അവരോട് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു ഡിസഗ്രിമെന്റ്സ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവര് നിങ്ങളെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പല എതിർപ്പുകളും അതിജീവിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ മറ്റു ചില കാർഡ്സ് നോക്കുമ്പോൾ ചില ടൈമിൽ ഇവർ ഫുള്ളി ഡ്രെയിൻഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും കൂടി ആലോചിച്ചിട്ട് മതി, ഒന്ന് സ്ലോ ആയിട്ട് പൊടിക്ക് പുറകിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഫീലിങ്സ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. അതായത് ഇവരുടെ ഒരു മൈൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളോട് യഥാർത്ഥമായ ഒരു ഇഷ്ടം ഇവർക്കുണ്ട്. ഇവർക്ക് നല്ല രീതിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയിരിക്കാം അവർ ഇത്രത്തോളം മനസ്സിലാക്കി കൊടുത്തത്. നിങ്ങൾ എന്താണ്, ഇവിടെ ഒരു സോളിറ്റ്യൂഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സെൽഫ് അവയർനെസ് കൂടിയാണ്. നമ്മൾ എന്താണ്, നമ്മളുടെ സാഹചര്യം എന്താണ് എന്നുള്ളതെല്ലാം തിരിച്ചറിയുന്ന ഒരു കാർഡും കൂടിയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് ഈ ഒരു അകൽച്ചയിൽ ഇവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം ഇഷ്ടമുണ്ട് നിങ്ങളോട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ തേർഡ് പാർട്ടിയോ സിറ്റുവേഷനോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒക്കെയാണ് അവരെ പുറകോട്ട് വലിച്ചു നിർത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ട്രാപ്ഡ് ഇൻ ഫിയർ പോലെ തന്നെ അവർക്കൊരു ഭയം ഉണ്ടാവാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരെയൊക്കെ എതിർത്ത് നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു എതിർപ്പിനെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പല കോൺസിക്വൻസസ് ഉണ്ടായേക്കാം. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴായിരിക്കും അവർക്കൊരു ഭയം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരുടെ മൈൻഡിൽ നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ മിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നിരിക്കുന്ന ഈ ഒരു ഹെർമിറ്റ് കാർഡ് പോലെ ചില സമയം അവരൊന്ന് ഉൾവലിയുന്നുണ്ട്, അവരിലേക്ക് തന്നെ ചുരുങ്ങുന്നുണ്ട്. അവര് നന്നായിട്ട് സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ വലിയ ആക്ഷൻ ഒന്നും എടുക്കാത്തൊരു കാർഡാണ്. ഭയങ്കരമായിട്ടൊരു ഒരു ലവ് റീഡിങ്ങിൽ അത്രയും ആപ്റ്റ് ആയിട്ടുള്ളൊരു കാർഡാണെന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ
അവരവരിലേക്ക് തന്നെ ചുരുങ്ങാണ്, അല്ലെങ്കിൽ ആ മുന്നിലേക്കുള്ള വഴി മാത്രം ചിലപ്പോൾ നോക്കി പോകുന്നു, വിദൂരതയിലേക്ക് നോക്കാതെ ആ ഒരു തരത്തിലും ഇടയ്ക്ക് മൈൻഡ് മാറുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മിക്ക കാർഡ്സുകൾ എന്ന് പറയുന്നത് ആ ഒരു അവരുടെ ഒരു സ്ട്രെങ്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ആവേശം കാണിക്കുന്ന കാർഡുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു എംപറർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവരെ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങളോടുള്ള ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും അത് അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലാണ് അവർ കാണുന്നത്. തീർച്ചയായിട്ടും അതിനെ കുറച്ച് വാല്യൂ ഉണ്ട്. അതൊരു ലോ ലെവലിലേക്കല്ല പോകുന്നത്. തീർച്ചയായിട്ടും അതിനൊരു എന്താ പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു മൂല്യം അവർ മനസ്സിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യങ്ങളായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, സൊസൈറ്റി ആയിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ആ ഇമോഷൻസ് മനസ്സിൽ സൂക്ഷിക്കുകയാണ്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. പുറത്ത് ചിലപ്പോൾ വളരെ പരുക്കനായിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും അവരുണ്ടാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ ജോബ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇവർ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ പണം സമ്പാദിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഒന്ന് പുറകിൽ നിൽക്കുകയായിരിക്കും. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നായിരിക്കും അവർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതിനായിട്ട് അവർക്ക് മണി മാറ്റർ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള ഏതോ ഒരു കാര്യങ്ങളിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുള്ള ഞാനിവിടെ പറഞ്ഞ പോലെ ആ ഒരു പാത, അല്ലെങ്കിൽ ആ ഒരു വഴി ക്ലിയർ ആവണമെങ്കിൽ അവർക്ക് മറ്റേതൊരു കാര്യം കൂടി ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്ന ഒരു 8 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് പോലെ, നമ്മൾ ഈ ഒരു കാർഡിന് പറയുന്നത് തന്നെ അപ്രന്റീസ് കാർഡ് എന്നാണ്. മാസ്റ്റർ ആയിട്ടില്ല, അപ്രന്റീസ് ആണ്. അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ആ ഒരു കാര്യം അവർക്ക് നല്ല രീതിക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് വരാനുള്ള വഴി ഒന്നും കൂടി എളുപ്പമായി തീരുന്നത്. ചിലപ്പോൾ ഈ ഒരു കാര്യമായിരിക്കാം തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടി ആയിരിക്കാം ഇവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്കൊന്നും ചെയ്യാനുള്ള ഒരു കെൽപ്പ് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവര് ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അതിന്റെ കംപ്ലീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങളോട് ഒരുമിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പവറുകൾ അവരുടെ കയ്യിൽ വരണം. ഇപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ അത് ഉണ്ടാവില്ല. ചിലപ്പോൾ ഫുൾ ഭരണം തേർഡ് പാർട്ടിയുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പൊ എങ്ങനെ വേണമെന്നെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു കാര്യം അവർ നല്ല രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഫോക്കസ് അവരവിടെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചില സമയത്ത് ഇവർ ഡൗൺ ആയി ഒന്ന് പോകുന്നത്. എന്ത് വേണം, ഒന്ന് ചുരുങ്ങി ഉള്ളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ക്ലിയർ ആവുമോ എന്നുള്ളൊരു തോട്ടൊക്കെ ചില സമയത്ത് വന്ന് പോകുന്നത് ഇങ്ങനെയുള്ള. അപ്പൊ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇവരുടെ പാത സ്ട്രെയിറ്റ് അല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് തടസ്സങ്ങളുണ്ട്. ആ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരോടൊക്കെ അവരിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അവരോടൊന്നും അത്ര അടുപ്പത്തിലല്ല നിൽക്കുന്നത്. ചിലപ്പോൾ അവരുമായിട്ട് പല കാര്യങ്ങളിൽ തർക്കങ്ങളോ, ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുണ്ടെന്ന് അറിയാമായിരിക്കാം. അപ്പൊ ആ ഒരു പേര് പറഞ്ഞ് ഇവരെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ആദ്യ കാലങ്ങളിൽ ചിലപ്പോൾ ഇവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അവര് അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഫോക്കസ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് അവരധികം സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മിണ്ടുന്ന വ്യക്തികളാണ്, നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവർ പഴയതുപോലെ സംസാരിക്കാത്തത്. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള പലവിധ ചിന്തകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ചിന്തകൾ വരുമ്പോൾ നമ്മൾ തന്നെ ആകെ പ്ലാനിങ്ങിലാണ്, എന്ത് വേണമെന്നറിയില്ല. അപ്പൊ പലതും പടിപടിയായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടി വന്ന് മിണ്ടാൻ, അല്ലെങ്കിൽ ആ ഒരു പഴയ പോലെ വർത്താനം പറഞ്ഞിരിക്കാനൊന്നും അവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ അത് നമ്മളിവിടെ മനസ്സിലാക്കുക. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ അന്തരമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ പോലെ ആ ഒരു സ്റ്റഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ പാളി പോവാത്ത തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇനി നിങ്ങളെ ഒപ്പം കൂട്ടണമെങ്കിൽ ആ രീതിയിൽ കൂട്ടണം എന്നാണ് ഇവർ ഇവിടെ ചിന്തിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു ചാരിറ്റ് കാർഡാണ്. അപ്പോൾ ചാരിറ്റ് മൂവ്മെന്റ് കാർഡും കൂടിയാണ്, ഒരു ആക്ഷൻ ഓറിയന്റഡ് കാർഡാണെന്ന് പറയും. പക്ഷെ എങ്കിലും ഇവിടെ ഈ ഒരു ഡെക്കിൽ വരുന്ന ചാരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്, ആള് റെഡി ആയിട്ട് നിൽക്കുകയാണ്, പക്ഷെ മൂവ്മെന്റ് കാണുന്നില്ല. അപ്പോൾ ഇവിടെ മൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്വിങ്സും ഒരേ ഡയറക്ഷനിലേക്ക് നീങ്ങണം. ഇത് രണ്ട് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ പക്ഷെ ആള് റെഡിയാണ്, എന്തും വരട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്, പിന്തിരിഞ്ഞ് നോക്കാനായിട്ട് തയ്യാറല്ല. വരുന്നത് പോലെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഫീലിംഗ് പല സമയത്തും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതൊരു ബാലൻസിന്റെ കാർഡാണ്, ഇക്വിലിബ്രത്തിന്റെ കാർഡാണ്. മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, ഒരു കാര്യവും തകർച്ചയില്ലാതെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മുൻപ് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ അകന്നത്, ഇതെല്ലാം ഇതിനകത്ത് നല്ലൊരു എന്താ പറയുന്നത്, ഈ ഒരു വ്യക്തി തിങ്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇത് പാളിപ്പോയത്? ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ പൊസസീവായിട്ടായിരിക്കും ഈ ഒരു പേഴ്സണോട് പെരുമാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തകർച്ചയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കുറവുകളും, പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും പരിഹരിച്ച് ആ ഒരു ബാലൻസ്, ഇക്വിലിബ്രത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു നല്ല രീതിയിലുള്ള സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവർ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചില കാർഡ്സിൽ അവരൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്, ഒന്ന് ഭയപ്പെട്ട് നോക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, എടുക്കുന്ന സ്റ്റെപ്പ് ശരിയാണോ, തെറ്റെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ആൾക്ക് ഇടക്കിടക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു 90% ഒരു മുന്നോട്ട് വരാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിക്ക് ഇവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അറിയാലോ, ഒരു 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ നമ്മളിവിടെ സോൾമേറ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാലും ഈ പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്നുള്ളതാണ് അവരുടെ ഒരു ഫൈനൽ തോട്ട്. അതാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് കാർഡ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ശക്തിക്ക് നിങ്ങളെ തമ്മിൽ അകറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഏതോ ഒരു ഫോഴ്സ് സമ്മതിക്കുന്നില്ല, നിങ്ങളെ തമ്മിൽ ഒന്നാവാനായിട്ട് സമ്മതിക്കുന്നില്ല, നിങ്ങൾ ഒന്നാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആര് തടഞ്ഞു കഴിഞ്ഞാലും സാരമില്ല, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും, അങ്ങനെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ആഗ്രഹം. അപ്പൊ നിങ്ങൾ ഇവർക്ക് പല സമയങ്ങളിൽ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊപ്പം വേണം, അവരുടെ ഒരു ഫ്യൂച്ചറിലും നിങ്ങളാണ് കൂടെ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് പകരം വേറെ ആരുമില്ല, നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ഈ സമയം കൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യം നിങ്ങളെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിംപ്ലിസിറ്റി കാർഡിൽ കാണുന്ന ഫെദർ പോലെ അവരുടെ മനസ്സിലുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ ആണ് ഇങ്ങനെയുള്ളൊരു എനർജിയിലുള്ളതെങ്കിൽ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. നിങ്ങളെ തമ്മിൽ അകറ്റാൻ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ? അവരുടെ ഒരു പ്രേരണ കാരണമാണോ നിങ്ങൾക്ക് അകലേണ്ടി വന്നത്? അവരേതെങ്കിലുമൊക്കെ രീതിയിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജി തന്നെയാണത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് ഇവർ കാണുന്നുണ്ട്. ഈ ഹെറഫണ്ട് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ആ ഒരു പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു തലത്തിലേക്ക് ഇവർ കാണുന്നുണ്ട്. ഈ ഒരു സോൾമേറ്റ് കാർഡും ഒക്കെ ഇവിടെ വന്നതുപോലെ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഡിവൈൻ ഫെമിനിൻ മെസ്കുലിൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു എന്താ പറയുന്ന ഒരു ബോണ്ടിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇവരോട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയൊരു സമയത്ത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ ഇവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഭയന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അവർ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടീനെ ഇവർ ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളത് ചിലപ്പോൾ സഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് മറുപടി ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം പറഞ്ഞു തിരുത്തി പഴയതുപോലെ ആവണം.
ആ ഒരു തെറ്റിദ്ധാരണ, രണ്ടുപേരും തമ്മിലുള്ള തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട്. സോറി. അതേപോലെ തന്നെ ഇവിടെ ആ ഒരു നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വൺസിന്റെ കാർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിക്ടറിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും ആ ഒരു വിജയമാണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡ് ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിക്ക് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. ഈ ഒരു സെപ്പറേഷൻ പോലും ചിലപ്പോൾ അവരുടെ നിവർത്തികേട് കൊണ്ടായിരിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടാവാം, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നൊക്കെ കാണും. പക്ഷെ അവരും അതേപോലെ തന്നെ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിലൊന്നും അവർ ഹാപ്പിയേ അല്ല. അവരവിടെ അവരുടെ കൂടെ കഴിയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ അവർക്ക് ഒരു സ്വസ്ഥതയോ സമാധാനമോ ഒന്നുമില്ല. അത് മാത്രമല്ല ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവരൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്കിനി ഈ ലവേഴ്സ് ഒറാക്കിൾ ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു മെസ്സേജ് എന്നുള്ളത് നമുക്കൊന്നറിയാം. ഓക്കെ. Nurture the bonds of friendship within your relationship and your love life will dramatically improve. അതായത് നമ്മളുടെ റിലേഷൻഷിപ്പ്, അതിപ്പോൾ ലവ് ലൈഫ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അതിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാരെ പോലെ, എല്ലാം തുറന്ന് പറയുന്ന രണ്ട് കൂട്ടുകാരെ പോലെ ആവാനായിട്ട് ശ്രമിക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ. നമ്മൾ ചിലപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, പക്ഷെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് മാറുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്മൂത്ത്നെസ്, ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും, സജഷൻസ് കൊടുക്കും, അങ്ങനെ എല്ലാ അഡ്വൈസസ് കൊടുക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് മറ്റൊരു ലെവലിലേക്ക് മാറിക്കഴിയുമ്പോൾ പിന്നെ ആ ഒരു സിംപ്ലിസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സുതാര്യത നഷ്ടപ്പെടും. പിന്നെ ആ എൻ്റെ എന്നുള്ള ഒരു പൊസസീവ്നെസ് കയറി വന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റീന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം, ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്യൂരിറ്റി അത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ പറയുന്നതും ആ ഒരു കാര്യമാണ്. നമ്മളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അത് നമ്മൾ കളയരുത്. അത് നമ്മൾ കളയാതെ സൂക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ആ ഒരു ബന്ധം, ആ ഒരു പ്രണയബന്ധമാണെങ്കിലും അത് നല്ല രീതിയിലേക്ക് വളരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു മെസ്സേജസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലെറ്റർ കെ, ലെറ്റർ ജെ, ഒക്ടോബർ മന്ത്, സ്കോർപിയോ, യു, ജൂൺ മന്ത്, മെയ് മന്ത്, Libra, Leo, March, number 24, F, letter Q, letter Y, letter B, തൃശൂർ, മലപ്പുറം, പാലക്കാട്, number 25, letter P, number 11, Wayanad, 28, number 17, number 15, Capricorn,
നമ്പർ 19, W, letter A, letter E, and the last one ഇടുക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്ലൂസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ലൊരു രീതിയിലേക്ക് കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.